വെക്കേഷൻ ടൈമാണ്. എല്ലാരും കളിക്കാനും ആക്റ്റീവായിട്ട് ഇരിക്കാനും ഉള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. നല്ല വെയിലാണ്. സോ മേക്ക് ഷുവർ ദാറ്റ് അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ടും നന്നായി വിയർക്കുന്നുണ്ടാവും. അപ്പം ചിലപ്പോൾ വീടുകളിൽ കളിച്ചു കഴിഞ്ഞ് രാത്രി കിടക്കുമ്പോൾ ഉരുണ്ട് കയറുന്ന പരിപാടി ചിലർ പറയും, പിള്ളേർ പറയും രാത്രി കിടക്കുമ്പോൾ വേദന എടുക്കണു, ഉരുണ്ട് കയറണം എന്നൊക്കെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ചെറുതായിട്ട് ഇത്തിരി വെള്ളത്തിൽ ഇത്തിരി സോൾട്ടോ അല്ലെങ്കിൽ ഈ ഇലക്ട്രോലൈറ്റിന്റെ സാഷ് കിട്ടും, അതൊന്ന് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഈ ഉരുണ്ട് കയറൽ നിൽക്കും. ചിലപ്പോൾ ചെറുനാരങ്ങ വെള്ളം അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര്, ഇത്തിരി ഉപ്പ്, ഇത്തിരി പ്ലെയിൻ വെള്ളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ രാത്രിയുള്ള ഉരുണ്ട് കയറലിന് ഒരു ശമനം കിട്ടുന്നതാണ്. ഇതൊരു കംപ്ലൈന്റ് ആയിട്ട് വരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുട്ടിന്റെ അവിടെ വേദന അല്ലെങ്കിൽ താഴത്തെ കാലിന്റെ ഭാഗത്ത് എല്ലിന്റെ അവിടെ ഒരു വേദന അസ്വാഭാവികമാണ്. ചില കാര്യങ്ങളിൽ അസ്വാഭാവികമല്ല, അത് പോസ്റ്ററിന്റെ വ്യത്യാസം കൊണ്ടാണ്. പക്ഷെ മിക്ക സമയത്തും ഷിന്നിന്റെ അവിടെ പെയിൻ വരുന്നത് നമ്മള് ശീലമില്ലാത്ത കുറെ നാൾക്ക് ശേഷം പെട്ടെന്ന് തന്നെ ശീലിക്കുമ്പോൾ അത് മൈക്രോ ഫ്രാക്ചേഴ്സ് അല്ലെങ്കിൽ മൈക്രോ ടയറുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ പെയിൻ ജനറേറ്റ് ചെയ്യുന്നതാണ്. മിക്ക കാര്യങ്ങളിലും അങ്ങനെ ഉണ്ടാവാറ്. പക്ഷെ ചിലത് പെർസിസ്റ്റന്റ് ആയിട്ടും നല്ല പെയിനും വരുവാണെന്നുണ്ടെങ്കിൽ അത് പോസ്റ്റർ ഡിസ്റ്റർബൻസ് ആയിരിക്കും. കാരണം അത് ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.